നമസ്കാരം. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യമുള്ള ഒരു ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്. ആധുനിക കേരളം ഇന്ന് ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ, രോഗപ്രതിരോധ മാർഗങ്ങൾ, ലോകോത്തര നിലവാരമുള്ള നഴ്സിംഗ് വിദ്യാഭ്യാസം. ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ ഒട്ടനവധി സ്ഥാപനങ്ങളുടെ, നിസ്വാർത്ഥമായ വ്യക്തികളുടെ അക്ഷീണ പ്രയത്നങ്ങളുണ്ട്. എന്നാൽ ഈ ആരോഗ്യ വിപ്ലവത്തിൻ്റെ പിന്നിൽ കേരളത്തിൻ്റെ മണ്ണിൽ കാരുണ്യത്തിൻ്റെ വിളക്ക് വച്ച ഒരു വലിയ പ്രസ്ഥാനം ക്രൈസ്തവ സഭകളാണ്. ഒരു നൂറ്റാണ്ടിലേറെയായി ലാഭേച്ഛയില്ലാതെ ക്രിസ്തീയ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പാത പിന്തുടർന്ന് സഭകൾ ഈ മണ്ണിൽ സ്ഥാപിച്ച ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് സ്കൂളുകളും എല്ലാം കേരളത്തിൻ്റെ ആരോഗ്യ ഭൂപടത്തിൽ മായാത്ത മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട്. സമയം സാക്ഷി ഇന്ന് ആ മഹത്തായ പ്രയാണത്തിൻ്റെ കഥയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കേരളത്തിൽ ആരോഗ്യരംഗത്തെ ക്രൈസ്തവ മിഷണറിമാരുടെ ഇടപെടൽ ആരംഭിക്കുന്നത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുമാണ്. ബ്രിട്ടീഷ് മിഷണറിമാരും പിന്നീട് യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള വൈദികരും കന്യാസ്ത്രീകളും ഈ മണ്ണിലേക്ക് എത്തിയപ്പോൾ അവർ കേവലം സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ജനങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ, അതിലും വിശേഷിയ ആരോഗ്യവും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തുന്നതിൽ അവർ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വസൂരിയും കോളറയും പോലുള്ള മാരകമായ മഹാമാരികൾ താണ്ഡവമാടിയിരുന്ന, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ പരിമിതമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പലപ്പോഴും അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയമായ ചികിത്സാ രീതികളും സമൂഹത്തിൽ അന്ന് വേരുറച്ചിരുന്നു. ഈയൊരു സാഹചര്യത്തിലാണ് മിഷണറിമാർ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വെളിച്ചവുമായി കടന്നു വന്നത്. തുടക്കത്തിൽ അവർ സ്ഥാപിച്ച വലിയ ആശുപത്രികളായിരുന്നില്ല, മറിച്ച് ചെറിയ ഡിസ്പെൻസറികളും ക്ലിനിക്കുകളുമൊക്കെയായിരുന്നു. ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സൗജന്യമായി മരുന്നുകളും അണുവിമുക്തമാക്കാനുള്ള മാർഗങ്ങളും ലളിതമായ ചികിത്സകളും നൽകി. അതോടൊപ്പം ശുചിത്വത്തെക്കുറിച്ചും രോഗപ്രതിരോധത്തെക്കുറിച്ചും അവർ സമൂഹത്തിൽ വ്യാപകമായ ബോധവൽക്കരണം നടത്തി. പഴയ പത്രത്താളുകളും മിഷണറി ഡയറി കുറിപ്പുകളും രേഖപ്പെടുത്തുന്നതിന് പ്രകാരം പല മിഷണറി ഡോക്ടർമാരും നഴ്സുമാരും സ്വന്തം ജീവൻ പണയം വെച്ചാണ് രോഗികളെ ആ കാലത്ത് ശുശ്രൂഷിച്ചിരുന്നത്. അന്ന് നിലനിന്നിരുന്ന അയിത്തവും ജാതി വിവേചനവും കാരണം പലരും ചികിത്സ തേടാൻ മടിച്ചിരുന്ന ഒരു സാമൂഹിക ചുറ്റുപാടായിരുന്നു. എന്നാൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ എല്ലാവരെയും അവരുടെ സാമൂഹിക പദവിയോ ജാതിയോ മതമോ നോക്കാതെ ഒരുപോലെ ചികിത്സ ഒരുക്കി. ഇത് സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി. കാലം മുന്നോട്ട് പോയപ്പോൾ ഈ ചെറിയ ക്ലിനിക്കുകളും ഡിസ്പെൻസറികളും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിന് അടിത്തറ പാകിയ വലിയ ആശുപത്രികളായി പിൽക്കാലത്ത് വളർന്നു. കേരളത്തിൻ്റെ ഓരോ കോണിലും ക്രിസ്തീയ സഭകളുടെ കാരുണ്യത്തിൻ്റെ സ്പർശമുള്ള ആശുപത്രികൾ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. അവയിൽ പലതും ഇന്നും ആരോഗ്യരംഗങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നുണ്ട്. ഗ്രാമീണ ജനതയ്ക്ക് താങ്ങാനാകുന്ന ചിലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ സ്ഥാപനങ്ങളുടെ പ്രധാന ലക്ഷ്യം. സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ സ്ഥാപനങ്ങളിൽ പലതും ആരംഭിച്ചത് ഒരു സാധാരണ ആശുപത്രിയായി തുടങ്ങി എന്നതിൽ അത്ഭുതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് പലതും മെഡിക്കൽ കോളേജുകളും അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുമുള്ള വലിയ സ്ഥാപനങ്ങളായി വളർന്നിട്ടുണ്ട് എന്നത് സ്മാർത്തവ്യമാണ്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും ഇവർക്ക് വലിയ പങ്കുണ്ട്. പല ആശുപത്രികളും പ്രത്യേക ചികിത്സാ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ തന്നെ നടത്തി. രാജ്യത്തിന് തന്നെ മാതൃകയായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സകൾ ഒരുക്കി ഈ ആശുപത്രികൾ ജനകീയ സ്ഥാപനങ്ങളായി മാറുകയായിരുന്നു. ആധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കും
പ്രത്യേകിച്ചും ക്യാൻസർ ചികിത്സയ്ക്കും ഗവേഷണങ്ങൾക്കും പേരുകേട്ട സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രാദേശിക സമൂഹത്തിൻ്റെ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഈ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾക്കും വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾക്കും ഈ സ്ഥാപനങ്ങൾ പ്രശസ്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള നൂറുകണക്കിന് ചെറുതും വലുതുമായ ആശുപത്രികളും ഡിസ്പെൻസറികളും കൂടാതെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും എല്ലാം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലുമായി ക്രൈസ്തവ സഭകൾ സ്ഥാപിച്ചു തുടങ്ങി. പഴയ തലമുറയിലെ ഡോക്ടർമാരും നഴ്സുമാരും സാക്ഷ്യപ്പെടുത്തുന്നത് പലപ്പോഴും ഈ ആശുപത്രികൾ സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലുള്ളവർക്ക് ഏക ആശ്രയമായിരുന്നു എന്നാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ദൂരെ യാത്ര ചെയ്യാൻ കഴിയാതിരുന്ന അനേകം പേർക്ക് ഈ പ്രാദേശിക ആശുപത്രികൾ അവരുടെ ജീവൻ രക്ഷിക്കുവാൻ കാരണമായി തീരുകയും ചെയ്തു. കേരളത്തിലെ പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പുറമെ മിഷണറിമാർ തങ്ങളോടൊപ്പം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും ചില ചികിത്സാ രീതികളും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ഒരു വലിയ പരിവർത്തനത്തിന് വഴിതെളിക്കുകയും ചെയ്തിട്ടുണ്ട്. മിഷണറിമാർ അലോപ്പതി ചികിത്സാ രീതികൾക്ക് മുൻഗണന നൽകി. ഇത് ശാസ്ത്രീയ രോഗനിർണയങ്ങൾക്കും മരുന്നുകൾ ഉപയോഗിച്ചുള്ള ഫലപ്രദമായ ചികിത്സകൾക്കും ബലമേകി. യൂറോപ്പിൽ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന മരുന്നുകളും ശസ്ത്രക്രിയാ രീതികളും ഇവിടെ അവർ പരിചയപ്പെടുത്തി. വസൂരിയും കോളറയും പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ചിരുന്ന അക്കാലത്ത് അണുബാധ നിയന്ത്രണത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. കൈ കഴുകുന്നതിൻ്റെ പ്രാധാന്യം, മുറിവുകൾ അണുവിമുക്തമാക്കൽ, വൃത്തിയുള്ള അന്തരീക്ഷം നിലനിർത്തൽ തുടങ്ങിയ കാര്യങ്ങളിൽ അവർ ജനങ്ങൾക്ക് അവബോധം നൽകി. സർജറികളിൽ അണുവിമുക്തമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനും ശുചിത്വമുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ സ്ഥാപിക്കുന്നതിനും അവർ ശ്രദ്ധിച്ചു. ഇത് രോഗം പകരുന്നത് തടയുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. തീരെ സങ്കീർണമല്ലാത്ത ശസ്ത്രക്രിയകൾ മിഷണറി ആശുപത്രികളിൽ ആദ്യകാലങ്ങൾ തന്നെ ചെയ്യുവാൻ തുടങ്ങിയിരുന്നു. മുറിവുകൾ തുന്നിക്കെട്ടുന്നത്, ചെറിയ മുഴകൾ നീക്കം ചെയ്യുന്നത്, ഒടിവുകൾക്ക് ചികിത്സ നൽകുന്നത് തുടങ്ങിയ പ്രാഥമിക ശസ്ത്രക്രിയകൾ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കൂടുതൽ വിദഗ്ധരായ ഡോക്ടർമാർ വന്നപ്പോൾ കൂടുതൽ സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തുവാനും ഈ ആശുപത്രികൾക്ക് കഴിയുകയായിരുന്നു. വസൂരി പോലുള്ള രോഗങ്ങൾ തടയാൻ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻ അനിവാര്യമാണെന്ന് അവർ ജനങ്ങളെ പഠിപ്പിച്ചു. അക്കാലത്ത് ഇത്തരം കുത്തിവയ്പ്പുകളെക്കുറിച്ച് അറിവില്ലാതിരുന്ന സമൂഹത്തിൽ ഇത് വലിയൊരു മാറ്റമായിരുന്നു. മിഷണറിമാർ സ്വന്തം നിലയിൽ കുത്തിവയ്പ്പുകൾ നൽകുവാനും അവ പ്രചരിപ്പിക്കുവാനും മുൻകൈയെടുത്തു. സ്ത്രീകളുടെ ആരോഗ്യത്തിനും പ്രസവ പരിചരണത്തിനും അവർ വലിയ പ്രാധാന്യമാണ് ആ കാലത്ത് നൽകിയത്. സുരക്ഷിതമായ പ്രസവങ്ങൾ ഉറപ്പാക്കുന്നതിന് മിഷണറി ആശുപത്രികളിൽ പ്രത്യേക സൗകര്യങ്ങൾ അവർ ഒരുക്കുകയും ചെയ്തു. ഇത് ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കുറയ്ക്കുവാൻ സഹായിച്ചു. പരമ്പരാഗതമായ പ്രസവ രീതികളിൽ നിന്ന് മാറി ശാസ്ത്രീയമായ പ്രസവ പരിചരണങ്ങൾക്ക് അവർ ഊന്നൽ നൽകി. പ്രസവാനന്തര ശുശ്രൂഷയിലും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിലും അവർ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലളിതമായ രോഗനിർണയ രീതികളായ രോഗിയുടെ ലക്ഷണങ്ങൾ വിലയിരുത്തൽ, ശരീര പരിശോധനകൾ തുടങ്ങിയവയ്ക്ക് പുറമെ അക്കാലത്ത് ലഭ്യമായിരുന്ന അടിസ്ഥാന ലബോറട്ടറി പരിശോധനകളും അവർ ആരംഭിച്ചു. ഇത് രോഗം കൃത്യമായി തിരിച്ചറിയുവാനും ശരിയായ ചികിത്സ അവർക്ക് ലഭിക്കുവാനും സഹായിക്കുകയും ചെയ്തു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളിൽ നിന്ന് വേഗത്തിൽ മുക്തി നേടുന്നതിനും പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം അവർ ജനങ്ങളെ പഠിപ്പിച്ചു. ശുദ്ധമായ ഭക്ഷണം, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നിവയുടെ ഉപയോഗത്തെക്കുറിച്ചും അവർ ബോധവൽക്കരണം നടത്തി. ഒരു ആധുനിക ആശുപത്രി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ മാതൃക മിഷണറി സ്ഥാപനങ്ങൾക്ക് അവർ നൽകി. ക്രമബദ്ധമായ രോഗീ പരിചരണം,
റെക്കോർഡ് സൂക്ഷിക്കൽ, ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള നഴ്സിംഗ് സേവനം തുടങ്ങിയ കാര്യങ്ങൾ അവർ നടപ്പിലാക്കി. ഇത് ആരോഗ്യ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്തു. കോളറയും വസൂരിയും പോലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ മിഷണറിമാർ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു. രോഗികളെ മാറ്റിപ്പാർപ്പിക്കാനും രോഗം പടരുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും അവർ സഹായിച്ചു. രോഗികളെ പരിചരിക്കുന്നതിനിടെ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച നിരവധി മിഷണറിമാരുടെ കഥകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നൂതനമായ സമീപനങ്ങളിലൂടെ മിഷണറിമാരും ക്രൈസ്തവ സഭകളും കേരളത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഒരു ശക്തമായ അടിത്തറ പാകുകയും ചെയ്തു. ഇത് കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യത്തിൽ വലിയൊരു മുന്നേറ്റത്തിന് വഴിയൊരുക്കി. കേരളത്തിന് നഴ്സിംഗ് രംഗത്തെ നഴ്സറി എന്നൊരു വിശേഷണമുണ്ട്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ മേഖലയിൽ മലയാളി നഴ്സുമാർക്ക് വലിയ സ്വീകാര്യതയും അംഗീകാരവും വിശ്വാസ്യതയും ലഭിക്കുവാൻ പ്രധാന കാരണം കേരളത്തിലെ മികച്ച നഴ്സിംഗ് വിദ്യാഭ്യാസമാണ്. ഈ രംഗത്ത് ക്രൈസ്തവ സഭകളുടെ സംഭാവനകൾ നിർണായകമാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന്. ആദ്യകാലത്ത് സഭകൾ തുടങ്ങിയ ആശുപത്രികളോടനുബന്ധിച്ചുള്ള നഴ്സിംഗ് സ്കൂളുകളാണ് കേരളത്തിൽ ആധുനിക നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ടത്. കന്യാസ്ത്രീ മഠങ്ങളും മിഷണറിമാരുമായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യുന്നത് അത്ര സാധാരണമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നഴ്സിംഗ് ഒരു തൊഴിലായി തിരഞ്ഞെടുക്കാൻ ഈ സ്ഥാപനങ്ങൾ വലിയ പ്രോത്സാഹനമാണ് നൽകിയത്. പല പഴയ പത്ര റിപ്പോർട്ടുകളും ലേഖനങ്ങളും എടുത്തു പറയുന്നത് ഈ സ്ഥാപനങ്ങൾ പഠിച്ചിറങ്ങിയ അനേകം നഴ്സുമാരാണ് പിന്നീട് ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും ആശുപത്രികളിൽ മികച്ച സേവനം കാഴ്ചവെച്ച് കേരളത്തിന് പേരെടുത്തത് എന്നാണ്. അവരുടെ അർപ്പണബോധവും കഠിന അധ്വാനവും രോഗികളോടുള്ള കരുതലും സേവന സന്നദ്ധതയും മലയാളി നഴ്സുമാരുടെ മുഖമുദ്രയായി മാറുകയായിരുന്നു. ഈ നഴ്സിംഗ് സ്കൂളുകൾ വെറും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് അച്ചടക്കവും സഹാനുഭൂതിയും ആത്മീയ മൂല്യങ്ങളും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു. ഇത് നഴ്സുമാരുടെ വ്യക്തിത്വ വികസനത്തിലും അവരുടെ സേവന മനോഭാവത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന പല പ്രമുഖ നഴ്സിംഗ് കോളേജുകളുടെയും മെഡിക്കൽ കോളേജുകളിലെ നഴ്സിംഗ് വിഭാഗങ്ങളുടെയും വേരുകൾ ഈ പഴയ മിഷണറി സ്ഥാപനങ്ങളിലാണ്. ആയിരക്കണക്കിന് മലയാളി കുടുംബങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നേടാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കാനും ഈ നഴ്സിംഗ് വിദ്യാഭ്യാസം വലിയൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്തു. ക്രൈസ്തവ സഭകളെ ആരോഗ്യരംഗത്തെ ഈ മഹത്തായ കർമ്മങ്ങളിലേക്ക് നയിച്ചതിൻ്റെ പിന്നിൽ വ്യക്തമായതും ആഴത്തിലുള്ളതുമായ ചില കാരണങ്ങളുണ്ട്. അവരുടെ വിശ്വാസവും സാമൂഹിക പ്രതിബദ്ധതയും തന്നെ ഇതിൽ പ്രധാനം. ക്രിസ്തീയ സ്നേഹവും കാരുണ്യവും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് എന്ന് നമുക്കറിയാമല്ലോ. വേദനിക്കുന്നവരോടും രോഗികളോടും യേശുക്രിസ്തു കാണിച്ച സ്നേഹവും ദയയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായി മാറി. രോഗികളെ സൗഖ്യമാക്കുക എന്ന് വിശുദ്ധ മത്തായി സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. വാക്യം മത്തായി സുവിശേഷം 25:36. ഈ ബൈബിൾ വചനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേരിട്ടുള്ള പ്രചോദനമായിരുന്നു. ഓരോ രോഗിയിലും ക്രിസ്തുവിനെ കാണുക എന്നതായിരുന്നു അവരുടെ നിശബ്ദമായ ആപ്തവാക്യം. സമൂഹത്തിൽ നിലനിന്നിരുന്ന രോഗങ്ങളും ദാരിദ്ര്യവും സഭകൾക്ക് വലിയൊരു സാമൂഹിക പ്രശ്നമായിരുന്നു. ആരോഗ്യരംഗത്തെ പിന്നോക്കാവസ്ഥ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണേണ്ടത് തങ്ങളുടെ ധാർമ്മികവും സാമൂഹികവുമായ കടമയായി അവർ കണ്ടു. ജാതി മത ഭേദമില്ലാതെ ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സൗജന്യ ചികിത്സ നൽകി അവർ സാമൂഹിക നീതിക്ക് വേണ്ടി നിലകൊണ്ടു. മിഷണറിമാർക്ക് ഇത് വെറും ഒരു ദൗത്യമായിരുന്നില്ല, മറിച്ച്
ഒരു സാമൂഹിക വിപ്ലവം കൂടിയായിരുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ സംയോജനവും എടുത്തു പറയേണ്ടതാണ്. വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം ആരോഗ്യപരമായ സംരക്ഷണം നൽകുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് അനിവാര്യമാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ സ്കൂളുകൾക്കൊപ്പം ആശുപത്രികളും സ്ഥാപിക്കപ്പെട്ടു. ഇത് സമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. അർപ്പണബോധമുള്ള സേവകർ എന്നത് പ്രശംസനീയമായിരുന്നു. ക്രിസ്ത്യൻ സഭകൾക്ക് കന്യാസ്ത്രീകളും വൈദികരും ഉൾപ്പെടെ വലിയൊരു കൂട്ടം അർപ്പണബോധമുള്ള സേവകരായിരുന്നു. അവർക്ക് കുറഞ്ഞ ചെലവിലോ സൗജന്യമായോ സേവനം ചെയ്യാൻ കഴിയുകയും ചെയ്തു. ഇത് ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ ആരോഗ്യ സേവനങ്ങൾ നൽകുവാൻ അവരെ സഹായിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇന്നത്തെ നിലയിലേക്ക് വളർന്നതിൻ്റെ പിന്നിൽ ക്രൈസ്തവ സഭകളുടെ സംഭാവനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഏവർക്കും അറിയാമല്ലോ. ആധുനിക വൈദ്യശാസ്ത്രം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകുന്നതിലും ലാഭേച്ഛയില്ലാതെ സേവനം നൽകുന്നതിലും അവർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. അനേകം ജീവിതങ്ങൾക്ക് ആശ്വാസം നൽകിയ രോഗശാന്തിയുടെയും കാരുണ്യത്തിൻ്റെയും ഈ പ്രകാശ ഗോപുരങ്ങൾ ഇന്നും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അക്ഷരങ്ങളിലൂടെയും വാക്കുകളിലൂടെയും അറിവ് പകർന്നു നൽകിയ മിഷണറിമാർ, രോഗികളെ ശുശ്രൂഷിച്ച് ആശ്വാസം നൽകിയ കന്യാസ്ത്രീകൾ, വൈദികർ, ഡോക്ടർമാർ, നഴ്സുമാർ ഇവരെല്ലാം കേരളത്തിൻ്റെ ആരോഗ്യ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെടേണ്ടവരാണ്. അവരുടെ ത്യാഗവും ദീർഘവീക്ഷണവുമാണ് ഇന്നത്തെ നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്ന്. ഒരുപക്ഷെ ഒരു സാധാരണ രോഗിക്ക് താൻ ചികിത്സ തേടുന്ന ആശുപത്രിയുടെ പിന്നിൽ ഇങ്ങനെ ഒരു വലിയ പരിശ്രമവും സേവന പാരമ്പര്യമുണ്ടെന്ന് അറിയുന്നതാകില്ല. എന്നാൽ സമയം സാക്ഷി എന്ന ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ക്രൈസ്തവ സഭകൾ ഒരു സ്ഥാപനമെന്ന നിലയിൽ മാത്രമല്ല, ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ, ഒരു ജീവിത രീതി എന്ന നിലയിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രകാശ ഗോപുരങ്ങളായി നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നതാണ്. അവരുടെ ത്യാഗവും ദീർഘവീക്ഷണവുമാണ് ഇന്നത്തെ നമ്മുടെ ആരോഗ്യ കേരളത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്ന്. ഒരുപക്ഷെ ഒരു സാധാരണ രോഗിക്ക് താൻ ചികിത്സ തേടുന്ന ആശുപത്രിയുടെ പിന്നിൽ ഇങ്ങനെ ഒരു വലിയ ചരിത്രവും സേവന പാരമ്പര്യവും ഉണ്ട് എന്ന് അറിയുന്നുണ്ടാകില്ല. എന്നാൽ സമയം സാക്ഷിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ക്രൈസ്തവ സഭകൾ ഒരു സ്ഥാപനമെന്ന നിലയിൽ മാത്രമല്ല, ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ, ഒരു ജീവിത രീതി എന്ന നിലയിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രകാശഗോപുരങ്ങളായി നിലനിന്നിരുന്നു എന്നതാണ്. അവരുടെ സേവനം എക്കാലവും സ്മരിക്കപ്പെടേണ്ടതത്രേ. നമ്മുടെ സമൂഹത്തിന് വെളിച്ചം പകർന്ന ഈ സ്ഥാപനങ്ങൾക്കും അതിന് കാലാകാലങ്ങളിൽ നേതൃത്വം നൽകിയവർക്കും സമയം സാക്ഷിയുടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാക്കട്ടെ.